അങ്ങനെ ഈ ചേട്ടൻ മഞ്ഞൾ കൃഷി ചെയ്യാൻ പോവാണ്. അപ്പം നേരത്തെയുള്ള മഞ്ഞളൊക്കെ പിഴുതിട്ടു. ഇനി അത് ഒരുക്കാൻ പോവാണ്. അപ്പം മഞ്ഞൾ കൃഷിക്കുള്ള തറവൊക്കെ എടുത്തിട്ടേക്ക് വേണം. ചാണകപ്പൊടി, കരിയില എല്ലാം കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പം മഞ്ഞൾ ഒരുക്കാൻ പോകണം. തടമൊക്കെ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. തടം റെഡിയാക്കി ചാണകപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കരിയില എല്ലാം കൊണ്ടുവന്നിട്ട് അങ്ങനെ മഞ്ഞൾ കാണാൻ പോവാണ്. അപ്പം തറയെല്ലാം എടുത്തു, ചാണകപ്പൊടി ഇട്ടു. അങ്ങനെ തടമൊക്കെ എടുത്തു, ചാണകപ്പൊടി ഇട്ടു, എല്ലുപൊടി ഇട്ടു, പിന്നെ ഇത്രയും ഇട്ടു. അപ്പം ഇനി മഞ്ഞൾ ഈ ചേട്ടൻ പറയുന്നത് മഞ്ഞൾ ഇത്രയും വേണം. അപ്പോൾ 4 സൈഡിലോട്ട് അതിൻ്റെ കിളിപ്പ് ഓടും എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ അപ്പോൾ ഇങ്ങനെയല്ലയോ, ഇങ്ങനെയാണോ? ഇങ്ങനെ വെക്കുക മണ്ടയിൽ. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ചേട്ടൻ പറയുന്നത്. നമ്മുടെ ഒരു പഴയ കൃഷിക്കാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ഏത്തവാഴ കൃഷിയുടെയൊക്കെ നമ്മൾ ഇട്ടുപോയി വേണ്ട 1.5 ലക്ഷം പേരോളം കണ്ടു. അപ്പം ചേട്ടനെ കണ്ടോ, 2-3 കാരണം ഈ താഴെ കണ്ട ചേട്ടൻ നടന്ന രീതി കാണിക്കുന്നു. ചാണകപ്പൊടി, എല്ലുപൊടി ഒക്കെ ഇട്ടാണ് ഇരുന്നത്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ് മഞ്ഞൾ. അപ്പോൾ ചേട്ടൻ എൻ്റെ അകത്ത് വളം ചേർത്തേക്കുന്നതെല്ലാം എല്ലുപൊടിയും ചാണകപ്പൊടിയാണ്. അപ്പോൾ ഇതിട്ടും മണ്ണിട്ടു. ഇനി ചേട്ടൻ പറയുന്നത് ഇനി എൻ്റെ മണ്ടയിലെ കരിയിലൊക്കെ ഇടും എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത് കാണിക്കാം. അങ്ങനെ എല്ലാം റെഡിയായി. മഞ്ഞൾ ഇടാൻ വേണ്ടി ഒന്നുകൂടെ കാണിക്കണം. മഞ്ഞൾ ഇടാൻ വേണ്ടി ചെറിയ തടവെടുത്തു. അതിൻ്റെ കൂടെ അടിയിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇട്ടു. അത് കഴിഞ്ഞിട്ട് എല്ലാം കരിയിലൊക്കെ ഇട്ടു. മണ്ടയിൽ തണുപ്പ് കിട്ടാൻ വേണ്ടി കരിയില ഇട്ടു പൊടിച്ചിരിക്കുകയാണ്. കരിയിലങ്ങനെ പൊടിച്ചിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. തണുപ്പും കിട്ടും, വളമാകും. പിന്നെ മഞ്ഞൾ നടയിൽ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്.